ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലോട്ട് ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ നമ്പർ 2 ആണ്. മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്, വൈദ്യുത കാന്തിക ഫലം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ആ ചാലകത്തിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്നാണ് നമ്മൾ ഈ ചാപ്റ്റർ ഉടനീളം പഠിക്കുന്നത്. അത് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആരാന്ന് ചോദിച്ചാൽ ഈ കാണുന്ന സയന്റിസ്റ്റ് ആണ് ഇത് കണ്ടുപിടിച്ചത്. നമുക്കറിയാം, ഇദ്ദേഹത്തിന്റെ പേരാണ് ക്രിസ്ത്യൻ ഈസ്റ്റർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇത് കണ്ടുപിടിച്ചത്. ഇതിനകത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അത് മറ്റൊന്നുമല്ല, ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടറിന്റെ, ഒരു വൈദ്യുതി കടന്നു പോകുന്ന ചാലകത്തിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്ന റൂള് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പല പ്രാവശ്യം എക്സാമിൽ ചോദിച്ചാണ്. അത് ഏത് റൂളാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്, അല്ലെങ്കിൽ വലത് കൈ പെരുവിരൽ നിയമമാണ്. ഇതെന്താണ് ഈ നിയമത്തിൽ പറയുന്നത്? മക്കളെ, നമ്മുടെ കയ്യിൽ ഒരു ചാലകമുണ്ട്. ഈ ചാലകം അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ ഉണ്ട്. ഈ ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്ന മുകളിലോട്ടാണ്. അപ്പോൾ വൈദ്യുതി അല്ലെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷനാണ് നമ്മുടെ തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത്. തമ്പ് റെപ്രസെന്റ് ഡയറക്ഷൻ ഓഫ് കറണ്ട് ആൻഡ് ദ കേർഡ് ഫിംഗർ. ഈ വളഞ്ഞിരിക്കുന്ന ഫിംഗർ കണ്ടോ? ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിനെയാണ്. നിങ്ങൾ ആ ഫിഗർ കാണുന്നുണ്ട്. തമ്പ് റെപ്രസെന്റ് ഡയറക്ഷൻ ഓഫ് കറണ്ട് ആൻഡ് ദി കേർഡ് ഫിംഗർ റെപ്രസെന്റ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡുമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ റൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന ഒരു സ്ട്രേറ്റ് കണ്ടക്ടർ ആണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറണ്ട് മുകളിലോട്ടേക്കാണ് ഒഴുകുന്നത്. അപ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും, ഇൻ ദിസ് ഡയറക്ഷൻ. ഇനി കറണ്ട് താഴോട്ടാണ് ഒഴുകുന്നതെങ്കിലോ മാഗ്നറ്റിക് ഫീൽഡ് ഒഴുകുന്നത് ഈ ഡയറക്ഷനാണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, കാന്തിക മണ്ഡലത്തിന്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിലായിരിക്കും. ഇനി ഇതേപോലെ തന്നെ നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു സംഗതിയാണ്, എന്താണ് മക്കളെ? ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. അതെങ്ങനെയാണ്? ആ കറണ്ട് ഒഴുകുന്നത് ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ആണ്. കറണ്ട് ഒഴുകുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ ഓർക്കുക, അവിടെ നോർത്ത് പൊളാരിറ്റി ആയിരിക്കും ഉണ്ടാകുന്നത്. കറണ്ട് ഒഴുകുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ഓർക്കുക, അവിടെ സൗത്ത് പൊളാരിറ്റി ആണ്. സിമ്പിൾ ടെക്നിക്ക് ഉണ്ട്. എന്നിനെ നിങ്ങൾ വരയ്ക്കുക. ഈ എന്നിൻ്റെ രണ്ടറ്റത്ത് നിങ്ങൾ ഒരു ആരോ ഇട്ട് കൊടുക്കുക. യെസ്, എങ്കിൽ ഇതെന്തായിരിക്കും മക്കളെ? ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഇനി എസ്സിനെ നിങ്ങൾ വരയ്ക്കുക. എസ്സിൻ്റെ രണ്ടറ്റത്ത് നിങ്ങൾ രണ്ട് ആരോ ഇട്ട് കൊടുത്താൽ ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ക്ലോക്ക് വൈസ് ആണ് കറണ്ടെങ്കിൽ ഓർക്കുക സൗത്ത് ആയിരിക്കും. ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് നോർത്ത് പൊളാരിറ്റി ആയിരിക്കും. എങ്കിൽ നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ കയ്യിൽ ABCD എന്ന് പറയുന്ന ഒരു കണ്ടക്ടറുണ്ട്, ഒരു ചാലകമുണ്ട്. ഇതിലൂടെ കറണ്ട് പോകുന്നത് എങ്ങോട്ടേക്കാ മക്കളെ? എയിൽ നിന്ന് ബിയിലോട്ട് ഇങ്ങനെ കറണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. കാരണം ബാറ്ററിയുടെ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ടാണല്ലോ മക്കളെ കറണ്ട് പോകുന്നത്. കറണ്ട് ഇങ്ങനെ മുകളിലോട്ട് പോകുന്നു. എന്നിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതാണ്: വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് എറൗണ്ട് എക്സ് വെൻ ലുക്കിംഗ് ഫ്രം ബി? അതായത് ബിയിൽ നിന്നും നിങ്ങൾ നോക്കുന്നു, എക്സിലോട്ട് നോക്കുമ്പോൾ എക്സിലെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? നമുക്ക് നോക്കാം. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പ്രകാരം കറണ്ട് പോകുന്ന മുകളിലോട്ടാണ്. യെസ്, കേർഡ് ഫിംഗർ റെപ്രസെന്റ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. എങ്കിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കറണ്ട് ഒഴുകുന്നത് ഇത് ഏത് ഡയറക്ഷനാണ് മക്കളെ? മാഗ്നറ്റിക് ഫീൽഡ് ഒഴുകുന്നത് ഏത് ഡയറക്ഷനാണ്? നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ആന്റി ക്ലോക്ക് വൈസ്. അപ്പോൾ കറണ്ട് മുകളിലോട്ടാണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. കറണ്ട് താഴോട്ടാണെങ്കിൽ എന്തായിരിക്കും മക്കളെ? ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. യെസ്, ആൻസർ ഉണ്ട്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെങ്കിൽ അപ്രദക്ഷിണ ദിശയിലൂടെ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: നെയിം ദ ലോ യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ. ഏത് ലോ ഉപയോഗിച്ചാണ് ഇത് കണ്ടുപിടിച്ചത്? നമുക്കറിയാം, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, വലത് കൈ പെരുവിരൽ നിയമം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിത് കണ്ടുപിടിച്ചിരിക്കുന്നത്. എങ്കിൽ അടുത്തത് സോളിനോയിഡാണ്. സോളിനോയിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഒരു സോളിനോയിഡ്? മക്കളെ, കമ്പി ഇങ്ങനെ ചുറ്റി വെക്കുക അല്ലേ? കവചിത കമ്പിയെ നമ്മളിങ്ങനെ ചുറ്റി വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോളിനോയിഡ് എന്ന് പറയുന്നത്. സർപ്പിളാകൃതിയിൽ ചുറ്റിയെടുത്ത, എന്താകൃതിയാണ്? സർപ്പിളാകൃതിയിൽ ചുറ്റിയെടുത്ത. സർപ്പിളാകൃതി ഹെലിക്സ് ആണ് കേട്ടോ. ഹെലിക്കൽ ഷേപ്പിൽ ചുറ്റിയെടുത്ത എന്താണ് മക്കളെ? കവചിത ചാലകമാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. കവചിത ചാലകം അല്ലെങ്കിൽ ഇൻസുലേറ്റഡ് വയറാണ് എന്തെന്ന് പറയുന്നത്? സോളിനോയിഡ് എന്ന് പറയുന്നത്. ഇനി ഈ സോളിനോയിഡിന്റെ പ്രത്യേകത എന്താണ്? ഈ സോളിനോയിഡിനകത്തൂടെ വൈദ്യുതി പ്രവഹിച്ചു കഴിഞ്ഞാൽ ഈ സോളിനോയിഡിന്റെ അകത്ത് എന്തുണ്ടാകും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും, ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകും. എക്സാമിന് ചോദിക്കും, ഈ കാന്തിക മണ്ഡലത്തിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇതിന്റെ തീവ്രത എങ്ങനെയൊക്കെ കൂട്ടാം? എഴുതി വെച്ചോ. എങ്ങനെയൊക്കെയാണ് ഒരു സോളിനോയിഡിനകത്ത് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്തിനെ ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ ചെയ്ത പരിപാടി? നമ്പർ ഓഫ് ടേൺസിനെ കൂട്ടുക.
കറണ്ടിനെ കൂട്ടുക, അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ കൂട്ടുക, അല്ലെങ്കിൽ അതിനകത്തൊരു അയൺ കോറിനെ ഇൻസേർട്ട് ചെയ്യുക. ഒരു അയൺ ബാറിനെ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുക, സോഫ്റ്റ് അയൺ കോറിനെ എടുത്ത് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ അത്രയാണ് പരിപാടി. അവിടെ നിന്നും ഒരു ക്വസ്റ്റ്യൻ, ഇതാ പിടിച്ച ഒരു ക്വസ്റ്റ്യൻ. If the direction of DC current through the solenoid at the end facing as clockwise direction, ഒരു സോളിനോയിഡിന്റെ ഒരു എൻഡിൽ ഞാൻ നോക്കിയപ്പോൾ അതിലൂടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, അല്ലെങ്കിൽ പ്രദക്ഷിണ ദിശയിലാണ് കറണ്ട്, അല്ലെങ്കിൽ ഘടികാര ദിശയിലാണ് കറണ്ട് ഒഴുകുന്നത് എങ്കിൽ അവിടുത്തെ എന്താണ്, വിച്ച് മാഗ്നറ്റിക് പോൾ ഈസ് ഡെവലപ്ഡ്, അവിടെ ഉണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിന്റെ ദിശയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മക്കളെ, ക്ലോക്ക് വൈസ് ആണോ? ഒന്നും നോക്കണ്ട, അത് സൗത്ത് പോളാരിറ്റി ആയിരിക്കും. അപ്പൊ ആൻസർ എന്താണ് മക്കളെ? സൗത്ത് പോൾ ആയിരിക്കും അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് രണ്ട് മെത്തേഡ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ, കാന്തിക മണ്ഡലത്തിന്റെ എന്ത് കൂട്ടാനാണ്, ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള രണ്ട് രീതികളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ രീതി നമുക്കറിയാം, നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക, അല്ലെങ്കിൽ സോളിനോയിഡിന്റെ ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. രണ്ടാമെന്ന് പറയുന്നത് കറണ്ടിന്റെ ഇന്റൻസിറ്റി കൂട്ടുക, അല്ലെങ്കിൽ കറണ്ടിന്റെ അളവ് വർദ്ധിപ്പിക്കുക. റെഡിയല്ലേ മക്കളെ? അടിപൊളി ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. മോട്ടോർ പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് DC മോട്ടറാണ്, രണ്ടാമത്തെ എന്ന് പറയുന്നത് ലൗഡ് സ്പീക്കറാണ്. അപ്പൊ നോക്കാം, എന്താണ് ഈ മോട്ടോർ തത്വം എന്ന് പറയുന്നത്? എടാ, ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിനെ അല്ലെങ്കിൽ വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിനെ നിങ്ങൾ എവിടെ കൊണ്ടുവെക്കുകയാണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവെക്കുന്നു, ഒരു കാന്തിക മണ്ഡലത്തിൽ കൊണ്ടുവെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയാവോടാ? ഇതിന് ഒരു ബലം അനുഭവപ്പെടും. ഇതിനെയാണ് മോട്ടോർ തത്വം അല്ലെങ്കിൽ മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. When a current carrying conductor is placed in a magnetic field, it experiences a force. അതിനെന്ത് കിട്ടും മക്കളെ? ഒരു ബലം അനുഭവപ്പെടുന്നു. ഇതാണ് മോട്ടോർ പ്രിൻസിപ്പിൾ നമ്മളോട് പറയുന്നത്. എങ്കിൽ അടുത്തത്, ഇവിടെ ഉണ്ടാകുന്ന ബലത്തിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ദിശ കണ്ടുപിടിക്കുന്ന റൂൾ നമ്മളോട് ചോദിക്കും. അപ്പോൾ എൻ്റെ മക്കളെ, നിങ്ങൾ എഴുതി വെച്ചോ, ഫ്ലെമിങ്സിന്റെ ഇടത് കൈ നിയമമാണ്. ഫ്ലെമിങ്സിന്റെ ഇടത് കൈ നിയമം വെച്ചിട്ടാണ് നമ്മൾ ആ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ അല്ലെങ്കിൽ ആ വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിൽ ഉണ്ടാകുന്ന ഫോഴ്സിന്റെ ബലത്തിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്ന നിയമം ഏതാണ് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ഒറ്റ ഭാഷയിൽ എഴുതി വെക്കുക. എന്തെഴുതി വെക്കുക? ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. ഈ ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്തൊക്കെയാ പറയുന്നത്? 3 വിരലുകളെ നിങ്ങൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ വെക്കുക. ഇതിലെ തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് ഫോഴ്സിന്റെ ഡയറക്ഷൻ ആയിരിക്കും. 4 ഫിംഗർ റെപ്രസെന്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ആയിരിക്കും. സെൻട്രൽ ഫിംഗർ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിന്റെ ഡയറക്ഷൻ ആയിരിക്കും? കറണ്ട്. ഫാദർ, മദർ, ചിൽഡ്രൻ. F4 ഫോഴ്സ്, മദറിന്റെ M4 മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ചിൽഡ്രന്റെ C4 കറണ്ട് ആയിരിക്കും. ഈ 3 അറിഞ്ഞിരിക്കുക. ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായും ചോദിക്കും. ഡയറക്ഷൻ കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും നിങ്ങളുടെ എക്സാമിന്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനോട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത് കിടക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ, എപ്പോഴും ചോദിച്ചു കണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എയിൽ നിന്ന് ബിയിലോട്ട് കറണ്ട് പോവുകയാണ്. എങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ മക്കളെ? ഈ ആ ഒരു കണ്ടക്ടറിനകത്ത് അനുഭവപ്പെടുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ. If the electric current passes from A to B, when which direction the conductor will move? ആ ചാലകം എങ്ങോട്ട് ചലിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ, ബലത്തിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കാം. കറണ്ട് ഒഴുകുന്നത് ബിയിൽ നിന്നും എയിലോട്ടാണ്. അപ്പൊ നമുക്കറിയാം, ഇവിടുത്തെ നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് നേരെ താഴോട്ടേക്കാണ്, നോർത്ത് ടു സൗത്ത്. അപ്പൊ ഇതെല്ലാം മക്കളെ മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട് ഒഴുകുന്നത് ഇപ്പൊ അങ്ങോട്ടേക്കാണല്ലേ, മാഗ്നറ്റിക് ഫീൽഡ് താഴോട്ടാണ്. എൻ്റെ തമ്പ് നിങ്ങൾ കാണുന്നില്ല, കാരണം തമ്പ് ഇപ്പോൾ അകത്തോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ഇൻടു ദി മാഗ്നറ്റിന്റെ അകത്തോട്ടായിരിക്കും നമ്മുടെ ബലം അനുഭവപ്പെടുന്നത്. മാഗ്നറ്റിന്റെ അകത്തോട്ടായിരിക്കും. ഇൻവേഡ് ദി മാഗ്നറ്റ്, അല്ലെങ്കിൽ കാന്തത്തിന് അകത്തോട്ടായിരിക്കും. ഇത് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഉപയോഗിച്ച നിയമം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നു. നിയമമാണ് മക്കളെ? ഒന്നുമല്ല, ഫ്ലെമിങ്സിന്റെ ഇടത് കൈ നിയമമാണ്. നമുക്ക് അടുത്തതിലോട്ട് പോകാം. മോട്ടോർ എന്താണ് മോട്ടോർ എന്നൊക്കെ നമുക്കറിയാവുന്നതാണ്, നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. വെള്ളം എന്ത് ചെയ്യുന്നു, കിണറ്റിൽ നിന്നും ടാങ്കിലോട്ട് എത്തിക്കാനൊക്കെ നമ്മൾ മോട്ടറാണ് ഉപയോഗിക്കുന്നത്. പല ആവശ്യങ്ങൾക്ക് നമ്മൾ മോട്ടർ ഉപയോഗിക്കുന്നുണ്ട്. DC മോട്ടർ എവിടെ നിങ്ങൾ കണ്ടുണ്ട്? കളിപ്പാട്ടത്തിലേക്ക് ഉപയോഗിക്കുന്നത് DC മോട്ടറാണ്. ആ DC മോട്ടറിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ, DC മോട്ടർ വർക്കിംഗ് പ്രിൻസിപ്പിൾ. നമുക്ക് എല്ലാവർക്കും അറിയാം, അത് മോട്ടോർ തത്വമാണ്, മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. ഇവിടെ ഉണ്ടാകുന്ന എനർജിയുടെ മാറ്റം നിങ്ങളോട് ചോദിക്കും. എഴുതി വെക്കുക. ഇലക്ട്രിക് എനർജി മെക്കാനിക്കൽ എനർജി ആവുന്നു, വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായാണ് അവിടെ മാറുന്നത്. അതിന്റെ പാർട്സുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ മക്കളെ എന്തൊക്കെയാണുള്ളത്? 2 മാഗ്നറ്റ് ഉണ്ടായിരിക്കും, 2 മാഗ്നറ്റിക് പോൾസ് ഉണ്ട്, കാന്തിക ധ്രുവങ്ങൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഒരു ആക്സിസ് നിങ്ങൾ കാണുന്നുണ്ട്, XY എന്ന് പറയുന്നതിന്റെ ആക്സിസ് ആണ്, അതിലൂടെ റൊട്ടേറ്റ് ചെയ്യുന്നത്, വട്ടം കറങ്ങുന്നത്. പിന്നെ ആർമേച്ചർ കോയിൽ ഉണ്ട്.
ആർമേച്ചർ കോയിലുണ്ട്. അതിനുശേഷം വരുന്നത് 2 റിംഗ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഉപയോഗിക്കുന്ന റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സ്പ്ലിറ്റ് റിംഗ് ആണ്. സ്പ്ലിറ്റ് റിംഗ് ആണ് ഉപയോഗിക്കുന്നത്, സ്പ്ലിറ്റ് ചെയ്യുന്ന റിംഗ് ആണ്. സ്പ്ലിറ്റ് റിംഗുകൾ ഉപയോഗിക്കുന്നു. പിന്നെ ഗ്രാഫൈറ്റ് ബ്രഷുകൾ ഉപയോഗിക്കുന്നു. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്? നമ്മുടെ ഈ ആർമേച്ചർ കോയിലിനകത്തൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ കറണ്ട് എങ്ങനെയാണ് വരുന്നത്? ഈ ബാറ്ററിയിൽ നിന്നും ഈ ബ്രഷ് വഴി ഈ റിങ് വഴി ആർമേച്ചർ കോയിലിനകത്ത് കറണ്ട് എത്തുമ്പോൾ ആർമേച്ചർ കോയിൽ ഒരു ബലം അനുഭവപ്പെടുകയും ആർമേച്ചർ കോയിൽ അവിടെ കിടന്ന് വട്ടം കറങ്ങുകയും ചെയ്യും. അതാണ് നമ്മളുടെ DC മോട്ടറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ DC മോട്ടറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക. എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളിവിടെ കാണുന്നത്. എയും ബിയും സിയും എന്താണ് ചോദിച്ചിരിക്കുന്നു? എ എന്താണ് മക്കളെ? ആർമേച്ചർ കോയിലാണ്. സി എന്താണ് മക്കളെ? അത് ഗ്രാഫൈറ്റ് ബ്രഷ് ആണ്. ബി എന്താണ് മക്കളെ? അത് സ്പ്ലിറ്റ് റിംഗ് ആണ്. ഇനി അടുത്തതിന്റെ ബി ക്വസ്റ്റ്യൻ, നെയിം ദ ഡിവൈസ്. DC മോട്ടർ ആണ്. ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ എനർജി ട്രാൻസ്ഫർമേഷൻ. നമുക്കറിയാം അവിടെ ഇലക്ട്രിക് എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദിസ് ഡിവൈസ്. ഈ ഡിവൈസിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അത് മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്, മോട്ടോർ തത്വമാണ്. ലാസ്റ്റ് വൺ, നെയിം ദ പാർട്സ് ABC. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് ഈ ചാപ്റ്ററിലെ തന്നെ അവസാന ടോപ്പിക് എന്ന് വേണ്ടി നമുക്ക് വിശേഷിപ്പിക്കാവുന്ന സെക്ഷനാണ്. അതെന്താണ് മക്കളെ? മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ ആണ്. ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ ആണ് അവസാന ടോപ്പിക് എന്ന് പറയുന്നത്. അതിന് മുന്നോടിയായിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ നിങ്ങളോട് തരുന്നു. ഇത് ചോദിച്ചില്ലെങ്കിൽ, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ അത് നിങ്ങളോട് ചെയ്യുന്ന ഒരു ക്രൂരതയായിട്ട് മാറും. എക്സാമിന് ചോദിക്കാൻ സാധ്യത ക്വസ്റ്റ്യൻ ആണ്. DC മോട്ടറിലെ ഒരു ട്വിസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പറയുന്നത്. DC മോട്ടറിന് ഒരേ ഡയറക്ഷനിൽ അതിനെ ഇങ്ങനെ കറക്കാൻ ആരാണ് സഹായിക്കുന്നതെന്ന് എക്സാമിന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ എഴുതി വെക്കുക, അതിന് സഹായിക്കുന്ന ആരാണ്? സ്പ്ലിറ്റ് റിംഗ് ആണ്. സ്പ്ലിറ്റ് റിംഗ് ആണ് DC മോട്ടറിൻ്റെ ആർമേച്ചറിനെ ഒരേ ഡയറക്ഷനിൽ കറക്കാൻ സഹായിക്കുന്നത്. ആരാണ്? സ്പ്ലിറ്റ് റിംഗ് ആണ് സഹായിക്കുന്നത്. അതൊന്ന് പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. നെയിം ദ അറേഞ്ച്മെന്റ് DC മോട്ടർ ടു സസ്റ്റെയിൻ ദ ഡയറക്ഷൻ ഓഫ് ആർമേച്ചർ കോയിൽ വൺ ഡയറക്ഷൻ. ഒരേ ഡയറക്ഷൻ കറക്കാൻ സഹായിക്കുന്നത് അത് സ്പ്ലിറ്റ് റിംഗ് ആണ്. എങ്കിൽ നമുക്ക് ലാസ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. അതാണ് നമ്മുടെ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. വർക്കിംഗ് പ്രിൻസിപ്പിളിലൂടെ തന്നെ തുടങ്ങാം. വർക്കിംഗ് പ്രിൻസിപ്പിൾ മുമ്പത്തെ പോലെ തന്നെയാണ്, മോട്ടോർ പ്രിൻസിപ്പിൾ തന്നെയാണ്. ഇവിടെയും ഒരു ചാലകം ഉണ്ടായിരിക്കും. ഈ ചാലകം എവിടിക്കുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. ആ ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ആ ചാലകത്തിന് ബലം അനുഭവപ്പെടുന്നു. ഓക്കെ അല്ലടാ? അടുത്തത് എനർജി ട്രാൻസ്ഫർമേഷൻ. ഇലക്ട്രിക് എനർജീനെ സൗണ്ട് എനർജി ആക്കിയാണ് അവിടെ, ഫൈനൽ ഔട്ട്പുട്ട് ആണ് പറയുന്നത്, സൗണ്ട് എനർജി ആയിട്ടാണ് അവിടെ കൺവേർട്ട് ചെയ്യുന്നത്. വൈദ്യോർജകം ശബ്ദോർജമായിട്ടാണ് അവിടെ മാറുന്നത്. ഇനി അതിൻ്റെ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് നിങ്ങൾ നോക്കിയേ, അവിടെ ഒരു പച്ചിരുമ്പ് കവചമുണ്ട്. ഈ പച്ചിരുമ്പ് കവചത്തിലോട്ടാണ് നമ്മുടെ ഡയഫ്രം ആണ് ആക്ച്വലി വൈബ്രേറ്റ് ചെയ്യുന്നത്. ഡയഫ്രത്തിനെ വെക്കുന്നത് ഈ പച്ചിരുമ്പ് കവചത്തിൽ അല്ലെങ്കിൽ സോഫ്റ്റ് അയൺ ഷീൽഡിലോട്ടായിരിക്കും. പിന്നെ വോയിസ് കോയിലുണ്ട്. നിങ്ങൾ കാണുന്നുണ്ട്, ഈ വോയിസ് കോയിൽ കാണുന്നുണ്ട്. ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുകയാണ് വോയിസ് കോയിൽ. പിന്നെ ഒരു ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്, ഫീൽഡ് കാന്തമുണ്ട്. പിന്നെ ആ കോയിൽ നിന്ന് പുറത്തേറ്റു 2 കണക്റ്റിംഗ് വയേഴ്സ് നിങ്ങൾ കാണുന്നുണ്ട്, കണക്റ്റിംഗ് വയേഴ്സ് ഉണ്ട്. ദെൻ പച്ചിരുമ്പ് കോർ ഇതിൻ്റെ ഏറ്റവും അകത്തായിട്ടുണ്ട്. അതിനകത്താണ് നമ്മൾ ആക്ച്വലി എന്തിനെ ചുറ്റി വെക്കുന്നത്? വോയിസ് കോയിലിനെ ഇങ്ങനെ ചുറ്റി വെക്കുന്നത്. ഇനി അടുത്തത്, ഇതിൻ്റെ പ്രവർത്തനം എന്താണ്? നമുക്കറിയാം ഇലക്ട്രിക്കൽ പൾസ് വരുന്നു. എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ മൈക്രോഫോണിൽ നിന്ന് വരുന്ന ഇലക്ട്രിക്കൽ പൾസിനെ ആംപ്ലിഫയർ ഉപയോഗിച്ച് ആംപ്ലിഫൈ ചെയ്തിട്ട് നമ്മളുടെ ലൗഡ് സ്പീക്കറിലോട്ട് കടത്തിവിടുന്നു. ഈ ലൗഡ് സ്പീക്കറിൽ ഉള്ള എന്തുണ്ട്? വോയിസ് കോയിലുണ്ട്. ഈ വോയിസ് കോയിലൂടെ ഇങ്ങനെ കറണ്ട് ഇങ്ങനെ ഇലക്ട്രിക്കൽ പൾസ് ഇങ്ങനെ പോകുമ്പോൾ വോയിസ് കോയിൽ ഇങ്ങനെ അവിടെ ഇരുന്ന് വൈബ്രേറ്റ് ചെയ്യുന്നു. അവിടെ കിടന്ന് ഇങ്ങനെ കമ്പനം ഉണ്ടാകുന്നു. ഈ വോയിസ് കോയിൽ ആരുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഡയഫ്രമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡയഫ്രം അവിടെ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു. അവിടെ ഡയഫ്രത്തിന് കമ്പനം ഉണ്ടാകുന്നു. അങ്ങനെയാണ് സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനകത്ത് മെയിൻലി പഠിക്കാനുള്ളത്. ഒരു ക്വസ്റ്റ്യനോട് കൂടി നമുക്ക് ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദാ കണ്ടോ മക്കളെ, ഇവിടെ തന്നിരിക്കുന്ന നമുക്കറിയാം അത് ഒരു മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ ആണ്. ചിത്രം നിരീക്ഷിക്കുക. ABC എന്താണെന്ന് പറയുക. A എന്ന് പറയുന്നത് നമുക്കറിയാം അത് ഡയഫ്രം ആണ്. B എന്ന് പറയുന്നത് വോയിസ് കോയിലാണ്. C എന്ന് പറയുന്ന ഫീൽഡ് മാഗ്നറ്റ് അല്ലെങ്കിൽ ഫീൽഡ് കാന്തമാണ്. ഇനി ബി ക്വസ്റ്റ്യൻ, ഡയഫ്രത്തിന്റെ പ്രവർത്തനം വിവരിക്കുക. വളരെ വിശാലമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഡയഫ്രത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. വോയിസ് കോയിലിനകത്ത് ഇലക്ട്രിക്കൽ പൾസ് എത്തുമ്പോഴത്തേക്കും വോയിസ് കോയിൽ കമ്പനം അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുകയും അതുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഡയഫ്രം കമ്പനം അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ സൗണ്ട് നമുക്ക് പുറത്ത് കിട്ടുന്നതാണ്. ലാസ്റ്റ് വൺ, ഈ ഉപകരണത്തിന്റെ പ്രവർത്തന തത്വം എന്താണ്? മോട്ടോർ പ്രിൻസിപ്പിൾ തന്നെയാണ്. ഈ ഒരു ഉപകരണത്തിന്റെയും പ്രവർത്തന തത്വം എന്ന് പറയുന്നത്
എങ്കിൽ ഈ ഒരു പടവും കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചോ. ചെയ്യ പാടുന്ന ഒരു കുട്ടി മൈക്രോഫോണിലൂടെ വരുന്നു, അത് ആംപ്ലിഫയറിലൂടെ വരുന്നു, ലൗഡ് സ്പീക്കറിനകത്ത് വോയിസ് കോയിലുണ്ട്, വോയിസ് കോയിൽ ഡയഫ്രത്തിനെ വൈബ്രേറ്റ് ചെയ്യിക്കുന്നു. അങ്ങനെ ആ ചെയ്യ പാട്ട് വളരെ വളരെ വലിയ സൗണ്ടിൽ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നു. ഇതാണ് ഈ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ മാക്സിമം മറ്റു കൂട്ടുകാരിലോട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.